അത്താക്കും അമ്മാക്കും വേണ്ടി ദുആ ചെയ്യാം. മരണപ്പെട്ടതല്ലേ, മരണപ്പെട്ട അത്താക്കും അമ്മാക്കും വേണ്ടി ദുആ ചെയ്യാൻ 10,000 രൂപ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അങ്ങനെ വേഗമാകട്ടെ. സഹോദരിമാരൊന്ന് തയ്യാറെടുക്കുമോ? വോളണ്ടിയർമാർ എത്രയോ നിങ്ങളുടെ ചുറ്റും നടക്കുന്നുണ്ട്. ഒന്നെഴുതി കൊടുക്കൂ പെങ്ങളെ. ഒരു 10,000, ഒരു സ്വർണ്ണമോതിരം, ഒരു 25,000 എഴുതി കൊടുക്കുമോളെ. റമളാൻ വരുന്നതിന് മുമ്പ് അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരു സ്വതക്കയുടെ കൊട്ടാരം പണിയാൻ ഒരു സുവർണാവസരമാണ്. നഷ്ടപ്പെടുത്തല്ലേ പെങ്ങളെ. ഒരു മിനിറ്റ് അത് കുറച്ച് പറയുന്നുണ്ട്. എന്താണെന്ന് വിശദീകരിച്ചിട്ട് ഇവിടെ മറ്റൊരാൾ പറയുന്നുണ്ട്, നിങ്ങൾ കേൾക്കാം. അതിനു മുമ്പേ പൊന്നു സഹോദരിമാരെ, ഇതുപോലുള്ള മൊയ്ലിയാക്കന്മാർ വന്നിട്ട് നിങ്ങളോട് 10,000, 25,000, 50,000, 1,00,000 ചോദിക്കുമ്പോൾ നിങ്ങൾ കൊടുക്കാൻ നിൽക്കല്ല കേട്ടോ. ഇതാണ് പറയാനുള്ളത്. മൂപ്പരെല്ലാം ഈണത്തിൽ പാട്ട് പാടിയിട്ട് നിങ്ങളെ ഇനിയിപ്പോൾ പൈസ ഒന്നും ഇല്ലെങ്കിൽ ആ സാധുക്കളുടെ കഴുത്തിലും കാതിലും ഇനിയിപ്പോൾ അത് കിട്ടൂല. കാരണം ഇപ്പോൾ അവനിപ്പോൾ 1,00,000 കടന്നല്ലോ, അപ്പോൾ അതിന് കിട്ടാൻ സാധ്യതയില്ല. പൊന്നാര സഹോദരിമാരെ, ഇതിങ്ങനെ എടുത്തു കൊടുക്കുമ്പോൾ നല്ലോണം ആലോചിച്ചിട്ട് കൊടുക്കുക. അള്ളാഹുവിൻ്റെ സ്വർഗം അതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അള്ളാൻ്റെ റസൂലും പറഞ്ഞുകൊടുത്ത് കൂടി നിങ്ങൾ കൊടുക്കുക, ചിലവഴിക്കുക, നിങ്ങളുടെ ജീവിതം ക്രമീകരിക്കുക. അല്ലാണ്ട് ഈ ബാക്കവിമാർ പറഞ്ഞുകൊടുത്ത് കൂടി കൊടുത്താൽ അതങ്ങോട്ട് പോയി കിട്ടുകയും ചെയ്യും. പിന്നെ അതിൻ്റെ പേരിൽ അള്ളാൻ്റെ കയ്യിൽ സ്വർഗ്ഗമാണ് കിട്ടുക, ശിക്ഷയാണ് കിട്ടുക എന്നുള്ളത് മുജാഹിദ് ബാലുശ്ശേരി പറയുന്നുണ്ട്. കേട്ടോ കാണി, ശരിക്കും മനസ്സിലാക്കാൻ കഴിയും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇന്ന കസീറൻ മിനൽ അഖ്ബാരി വറുഹ്ബാൻ ലയകുലുന അംവാൽ الناس بالباطل ويصدون عن سبيل الله. സത്യവിശ്വാസികളെ എന്ന് അല്ലാഹ് ആരെ വിളിച്ചേ? മുഹമ്മദ് നബി രൂപപ്പെടുത്തിയ ഉമ്മത്തിനെയല്ലേ? ആ ഉമ്മത്തിനോട് എന്താ പറയുന്നത്? നിങ്ങളുടെ കൂട്ടത്തിലെ ഭൂരിപക്ഷം പണ്ഡിതന്മാർ, പുരോഹിതന്മാർ നിങ്ങളുടെ ധനം അന്യായമായി തിന്നുന്നവരാണ്. ഞാൻ ആത്മാർത്ഥമായി ചോദിച്ചോട്ടെ, നിങ്ങൾ 1 ഉറുപ്യ തിന്നുന്ന എന്തെങ്കിലും ഒരു പദ്ധതി മുജാഹിദുകളുടെ കയ്യിലുണ്ടോ? ഒരാള് ജനിച്ചാൽ അന്ന് മുതൽ ഓൻ മരിച്ചാൽ, ഒരു വ്യക്തി ജനിച്ച അന്ന് മുതൽ ഓന്റെ പേരിൽ ഓൻ മരിക്കണ വരെ അല്ല തിന്നുന്നത്. ഓൻ മരിച്ചിട്ട് മൊയ്ലിയാര് മരിക്കണ വരെ ഓന്റെ പേരിൽ തിന്നുക. ഒരു മഹലിൽ 100 ആള് മരിച്ചാൽ 100 ആളെ പേരിൽ 100 കൊല്ലം ജീവിച്ചിട്ട് തിന്നുക. അവിടെ 1,00,000 ആളിന്റെ 1,00,000 ആളെ പേരിൽ തിന്നുക. കണ്ണൂക്കായിട്ട്, 15ആയിട്ട്, 40ആയിട്ട്, നബിദിനായിട്ട്, ചാവടിയന്തരായിട്ട്, ഇതുപോലുള്ള ഉറൂസുകളായിട്ട്, സലാത്തുകളായിട്ട് അന്യായമായിട്ടാ തിന്നുന്നത്. എന്നിട്ട് അള്ളാഹ് പറയണത് അന്യായമായി തിന്നണമെങ്കിൽ സുന്നത്തിന്ന് തെറ്റിക്കണം എന്ന്, ഇസ്ലാമെന്ന് തെറ്റിക്കണം എന്ന്. മൊയ്ലിയാമാർക്ക് അങ്ങനെ തിന്നണമെങ്കിൽ അള്ളാഹ് പറയാനെന്ത്? പണ്ഡിത പുരോഹിതന്മാരിൽ ഭൂരിപക്ഷവും നിങ്ങളുടെ ധനം അന്യായമായി തിന്നും. എന്നിട്ട് ഓലിങ്ങനെ തടിച്ചു കൊഴുക്കും. തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടുന്ന ചില പ്രാസംഗികരുണ്ട്, ബാക്കവിമാര്. 50,000 റുപ്യാണ് ഒരു പ്രസംഗത്തിന് ചുരുങ്ങിയത്. 1,00,000 വാങ്ങുന്ന ആളെ എനിക്കറിയാം. EP എന്ന് ഇനീഷ്യൽ തുടങ്ങുന്ന ഒരാളെ. എന്നിട്ട് 25,000 രൂപ ആദ്യ അക്കൗണ്ടിൽ കാണണം ഇവിടുന്ന് പുറപ്പെടണമെങ്കിൽ. മനസ്സിലായോ? സ്വർണവും വെള്ളിയും കൂട്ടിവെച്ചോ, കൊട്ടാര സമാനമായ വീടുണ്ടാക്കിക്കോ. വലിയ ഈ പ്രഭാഷകരുണ്ടല്ലോ, 3 കോടിയുടെ വീടുണ്ടാക്കി, 4 കോടിയുടെ വീടുണ്ടാക്കണേ. എന്താ കാരണം?